അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ നല്ല പഴുത്ത മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു അച്ചാറാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമുക്കൊന്ന് പച്ച മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. ആ വലിയ വശമുള്ള ഗ്രേറ്റർ ഇല്ലേ, അത് വെച്ചിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സാധാരണ നമ്മുടെ അച്ചാറിടുന്ന പോലെ വലിയ കഷ്ണമായിട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ഇത് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴുത്ത മാങ്ങയും അത്യാവശ്യം വലിയ പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യം വെച്ചാൽ പഴുത്തായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ തയ്യാറായിട്ടിരിക്കൊണ്ട് നമ്മുടെ അച്ചാർ റെഡിയാകാനായിട്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് സ്വല്പം എണ്ണ കൂടുതലാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ എന്താ പറയുക, മറ്റേ കടുകെണ്ണ എടുക്കാം, നല്ലെണ്ണ എടുക്കാം. നമ്മുടെ എന്താ പറയുക, മലയാളികൾ കൂടുതലും നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതെ, നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് കടുകെണ്ണയ്ക്കകത്ത് എടുക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കടുക് പൊട്ടിക്കുകയാണ്. നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് പൊട്ടിച്ചിടാം. ഇത് നമുക്ക് കടുക് ഉണ്ടല്ലോ, വറുത്ത് അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളിത് കടുക് ഇതിലേക്ക് ഇട്ടങ്ങ് പൊട്ടിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കടുക് പൊട്ടും. കറുത്ത കടുക് ഇടാം, വെളുത്ത കടുക് മഞ്ഞ കടുക്. അതെ, നമ്മുടെ കടുക് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൊട്ടിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാൻ. അപ്പൊ നമുക്കിനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടാറാകുമ്പോഴത്തേനും തന്നെ ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ചങ്ങ് പൊട്ടിക്കിട്ടും. അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ വറ്റൽമുളകാണ്. നമ്മളിപ്പോ 3 വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിന് നല്ല എരിയുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്തത്. പിന്നെ ഇനി പച്ചമുളകൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് വറ്റൽമുളക് കുറച്ചത്. തീ കുറച്ച് വെച്ചേക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മുളകും കടുകും നമ്മുടെ ഉലുവയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാര്യം എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇഞ്ചി ഇല്ലാതെ എന്താ അച്ചാറല്ലേ. നമുക്കൊന്ന് കുറച്ച് ഒന്നെങ്കിൽ നിർത്തി വെക്കാം, കാരണം ഇഞ്ചിയിലുള്ള വെള്ളമയം എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പം ചീറ്റാനുള്ള സാധ്യത. തീ ഒന്ന് നിർത്തിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ ഒരു പാത്രം വേണം വെക്കാം, ഇല്ലെങ്കിൽ അപ്പൊ നമുക്കിനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന് രണ്ടിനും വെള്ളമയം ഉണ്ടല്ലോ, അപ്പൊ ആ വെള്ളമയം പോണം, അതാണ് നമ്മുടെ ആവശ്യം. നല്ല എരിയുള്ള പച്ചമുളകാണ് നമ്മൾ 2-3 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും തീ കത്തിച്ചു കൊടുക്കുക, കാരണം ഈ ഇഞ്ചിയില് പച്ചമുളകില് വെള്ളമയം മാറണം. നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇടുമ്പോഴത്തേക്കും നമ്മള് കറിവേപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കി നേരത്തെ തന്നെ എടുത്ത് വെച്ചിരുന്നതാണ്. എന്നാൽ പോലും കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു പച്ചപ്പും പച്ചമുളകിൻ്റെ ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പരിപാടി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ മാക്സിമം കുറച്ച് വെക്കുക. അപ്പം നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, ഒട്ടും തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണ ഭയങ്കര ചൂടാണെങ്കിൽ തീ ഓഫ് ചെയ്താലും നല്ലതായിരിക്കും, കാരണം വളരെ വേഗം തന്നെ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അച്ചാർ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി അടി കട്ടിയുള്ള പാത്രം എടുക്കണം, കാര്യം കൽച്ചട്ടി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ചീനച്ചട്ടി അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പം കലക്കി കൊടുക്കുക. ഇത് നമ്മൾ എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്, കാരണം നമുക്ക് ഇതിന്റെ നിറം വേണം, അതാണ് അതിന്റെ ആവശ്യം.
അപ്പൊ ഇതിന്റെ ഈ മുളക് പൊടിയുടെ ഒക്കെ അളവെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോ കൂടുതൽ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരുപാട് നേരം നമ്മളുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കും, കരിഞ്ഞു പോകും. അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മുടെ പൊടികളുടെ ഒക്കെ ഒരു പച്ചമപ്പും ആ പച്ചമണവും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി നമ്മുടെ മെയിൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പച്ചമാങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചമാങ്ങ എടുക്കുന്നത് കണ്ടല്ലോ, പുളി ശ്രദ്ധിച്ചു വാങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മള് ഈ ഒരു പരുവത്തിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള പച്ചമാങ്ങ എടുക്കരുത്, എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പുളി തന്നെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളുണ്ടല്ലോ ഈ മാങ്ങാണ്ടിയുടെ ചേർന്ന ആ ഒരു വശമില്ലേ, അവിടെ വരെ നമ്മൾ എടുത്തില്ല. കാരണം അവിടെ ആണല്ലോ പുളി കൂടുതൽ വരുന്നത്. അപ്പൊ അത് കാരണം അവിടെ എടുത്തിട്ടില്ല. അത് നമ്മൾ എടുക്കുന്ന മാങ്ങ അനുസരിച്ചിട്ട് അതിന്റെ വ്യത്യാസം വരുന്നത്. പഴുത്ത മാങ്ങയോട് ചേർത്ത് കൊടുക്കാതെ. അപ്പൊ ഇതിനൊരു മധുരവും എരിയും പുളിയും എല്ലാം കൂടെ വരുന്ന ഒരു ടേസ്റ്റ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലുണ്ട് ഇതിന് പറയുന്നത് കട്ട മീട്ടാന്ന് പറയുന്നത്. അതായത് പുളിയും എന്താ പറയുക എരിയും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു സാധനത്തിന് പറയുന്ന അങ്ങനെയാണ്. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മള് കായപ്പൊടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നത്. നമ്മൾ ഈ കട്ടക്കായ കട്ടക്കായമാണെങ്കിൽ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം. എന്തായാലും അത് നമുക്ക് ഇതിൻ്റെ അകത്താകത്തില്ല. അപ്പൊ നമ്മുടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഗ്ലാസിന്റെ കുപ്പിക്കകത്താക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അധികം ഇരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം 1 മാസത്തോളം വെളിയിൽ കേടാവാതിരിക്കും. ഇതുണ്ടല്ലോ എന്റെ ഉപ്പൊന്ന് നോക്കിയേട്ടോ. ഇതിന് ആ ഒരു മധുരവും പുളിയും ഉപ്പും എരിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഒരു കിടക്കാച്ചി ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞു പിള്ളേർക്കൊക്കെ പോലും ഉണ്ടല്ലോ ഇഷ്ടപ്പെടും. കാരണം ഈ മധുരം ഉള്ളതുകൊണ്ട്. അപ്പം ഉപ്പ് നോക്കിയതേ ഉപ്പ് വേണം. പിന്നെ അച്ചാറൊക്കെ ആകുമ്പോഴേ ഇരിക്കുമ്പം കുറച്ചും കൂടെ പുളി ഇളങ്ങും. അപ്പം നമ്മൾ ഉപ്പ് സ്വല്പം കൂടെ ഇടേണ്ടി വരുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെക്കുന്ന സമയത്ത് തന്നെ ഒരു സ്വല്പം ഉപ്പ് കൂട്ടി തന്നെ വെക്കുക. അപ്പൊ ഉണ്ടല്ലോ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റായി. അപ്പൊ എന്തായാലും കൊള്ളാം. ഇപ്പൊ നമ്മുടെ മാമ്പഴക്കാലല്ലേ, അപ്പൊ നല്ല പഴുത്ത മാങ്ങ, നല്ല കിളിച്ചുണ്ട മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സാധനം. മൂവാണ്ട മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരൊക്കെ കാണും. അപ്പൊ അതല്ല, നാരില്ലാത്ത പഴുത്ത മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പച്ചമാങ്ങയാണെങ്കിൽ നാരില്ലാതെ എടുക്കുക. അപ്പൊ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല കിടുക്ക സാധനമാണ്. വളരെ വേഗം തയ്യാറാക്കാനും പറ്റും. അതെ, പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു താമസം. അപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് വെക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. ചെറിയ ചെറിയ റെസിപ്പികളും ചെറിയ ചെറിയ കാര്യങ്ങളും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ കാണാം. എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing